ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുന്നതിന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിഷയം വിശുദ്ധ നൊയമ്പിനെ കുറിച്ചാണ്. നൊയമ്പെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ആളുകൾ വിശ്വസിക്കുന്നത് മത്സ്യവും മാംസവും ഒഴിച്ച് പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ വിശിഷ്ട ഭക്ഷണം കഴിക്കുന്നത് എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. എന്നാൽ യഥാർത്ഥ നൊയമ്പ് എന്ന് പറയുന്നത് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ യെശയ്യാ പ്രവാചകൻ അതിൻ്റെ 58-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പലപ്പോഴും നമ്മുടെ ബന്ധനങ്ങളായി മാറുന്നു. നാം സ്വയം താലോലിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ പേരും പ്രശസ്തിയും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അതിന് കാരണമാകുന്നു. നമ്മുടെ ആത്മീയ ഗോളങ്ങളിൽ പോലും അതിൻ്റെ നിഴൽ കാണുന്നതിന് കഴിയും. നമ്മളിൽ ചിലർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്ന് വേണ്ട വിശുദ്ധ കുർബാന പോലും അർപ്പിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ അനുഭവങ്ങളെ പോലെ തോന്നും. നമ്മുടെ ആത്മീയതകൾ പലതും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭക്തി നഷ്ടപ്പെടുത്തി ശക്തി പ്രകടനങ്ങളായി മാറിയിരിക്കുന്നു. ആത്മീയതയുടെ നിഴലിൽ നാം ആഘോഷങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന നാം ഒന്ന് തിരിച്ചറിയണം. പ്രവാചകൻ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഉദ്ധരിക്കുന്നത് വിശന്നവനെ അപ്പം നുറുക്കി കൊടുക്കുക എന്നാണ്. സങ്കടകരമായ ഒരു കാര്യം അത് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാം സ്വയമായി ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഒരു വർഷം ആത്മീയ പ്രസ്ഥാനങ്ങൾ ചിലവഴിച്ച സംഖ്യയിൽ എന്തു ചെയ്തു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാകും. എന്നാൽ യേശു ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം 42 മുതൽ 46 കൂടിയ വാക്യത്തിൽ കാണുന്നു. ഇടത്തുള്ളവരോട് പറയുന്ന കാര്യമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല. അതിഥി ആയിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? യേശു അവരോട് പറഞ്ഞ ഇപ്രകാരമാണ്: ഈ ഏറ്റവും ചെറിയവർക്ക് ചെയ്യാഞ്ഞിടത്തോളം എനിക്കാകുന്നു ചെയ്യാതിരുന്നത്. പിന്നീട് അവരോട് പറയുന്നത് വളരെ കഠിനമായ ഭാഷയിലാണ്: നിങ്ങൾ നിത്യദണ്ഡനങ്ങളിലേക്ക് പോകും. ഈ കഠിന വിധി നമുക്ക് വരാതിരിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ, ഈ നൊയമ്പ് അനുഗ്രഹമാകുവാൻ നമുക്കേവർക്കും പ്രാർത്ഥിച്ച് യഥാർത്ഥ നൊയമ്പിനെ ആചരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം.